എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രെയിം വർക്കിലോട്ട് ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിമ്പിൾ ആൻഡ് ഇമെയിൽ HTML റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എക്സ്റ്റൻ റിപ്പോർട്ട് ഡിപ്രിക്കേറ്റഡ് ആയി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സ്റ്റൻ റിപ്പോർട്ടിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഗിറ്റ്ഹബ് പേജ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഡിപ്രിക്കേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻ റിപ്പോർട്ട് ഈസ് ബീങ് സൺസെറ്റ് ആൻഡ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ചെയിൻ ടെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. അതായത് എക്സ്റ്റൻ റിപ്പോർട്ട് 5 ഇനി മുതൽ ഒരു പുതിയ ഫീച്ചറും ഇതിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള അൻഷു അറോറ എന്ന് പറഞ്ഞ ആൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻ റിപ്പോർട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരില്ല. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇനി എക്സ്റ്റൻ റിപ്പോർട്ട് 5 പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ചെയിൻ ടെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നൊരു HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു ലൈബ്രറി സെയിം ക്രിയേറ്റർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണിത്. നിങ്ങൾക്ക് കാണാം, സെയിം അൻഷു അറോറ തന്നെയാണ് ഈ ലൈബ്രറിയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ്റ്റൻ റിപ്പോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ഇമെയിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഫ്രെയിംവർക്കിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സെലീനിയം ഫ്രെയിംവർക്ക് യൂട്യൂബ് എന്ന പ്രൊജക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിംവർക്കിൻ്റെ കോഡ് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫ്രെയിംവർക്കിലേക്ക് ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് form.xml അതിൻ്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിലേക്ക് പോവാം. ഇത് MEN റെപ്പോസിറ്ററിയുടെ ലിങ്കാണ്. ഈ ലിങ്കിൽ ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ലേറ്റസ്റ്റ് ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 1.0.11 എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം പുതിയ വേർഷൻസ് റിലീസായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ ഫ്രെയിംവർക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കിയാൽ കാണാം, ലേറ്റസ്റ്റ് വേർഷൻ ഫെബ്രുവരി 6, 2025 ഇറങ്ങിയിരിക്കുന്നത്. 1.0.11 എന്നുള്ള വേർഷനാണ്. അപ്പം അതിൻ്റെ ഡിപ്പെൻഡൻസി ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം form.xml സേവ് ചെയ്യുക. ഡിപ്പെൻഡൻസി ആഡ് ചെയ്ത ശേഷം form.xml ഫയൽ സേവ് ചെയ്യുക. നിങ്ങൾക്കാണ് ഇവിടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഒരു ലോഗ് വരുന്നത്. ഈ ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ SRC ടെസ്റ്റ് റിസോഴ്സസ് എന്ന സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് ചെയിൻ ടെസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഓൾറെഡി സോഴ്സ് ഫോൾഡറായ SRC ടെസ്റ്റ് റിസോഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് ചെയിൻ ടെസ്റ്റ് .പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ കേസിൽ SRC ടെസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞ സോഴ്സ് ഫോൾഡർ ഇല്ല. അത് ഞാൻ ആഡ് ചെയ്യുവാണ്. പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ, ഇവിടെ നിങ്ങൾക്ക് സോഴ്സ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ SRC ടെസ്റ്റ് റിസോഴ്സസ് എന്നുള്ളത് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ ഒരു SRC ടെസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞൊരു സോഴ്സ് ഫോൾഡർ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൻ്റെ പേരായിട്ട് XRDName തന്നെ കൊടുക്കണം. ചെയിൻ ടെസ്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ആ ഫയൽ ആഡ് ചെയ്തു. ആ ഫയൽ ആഡ് ചെയ്ത ശേഷം ഇതൊരു പ്രോപ്പർട്ടീസ് ഫയലാണ്. അതിനകത്ത് ഒരു കീ വാല്യൂ പെയർ നമ്മൾ ആഡ് ചെയ്യണം. ആ കോൺഫിഗറേഷൻ ആഡ് ചെയ്യുക. ആ കോൺഫിഗറേഷൻ ഞാൻ ഈ നോട്ട് പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലിസണർ ചെയിൻ ടെസ്റ്റിൻ്റെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലിസണർ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിസണർ ആഡ് ചെയ്യുക.
ലിസണർ ആഡ് ചെയ്യുന്നത് SRC മെയിൻ ജാവയ്ക്കകത്ത് com.configurationനകത്തെ base.java എന്നുള്ള ഫയലിനകത്താണ്. ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലിസണർ ആഡ് ചെയ്യുക. ഈ ലിസണർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ സജഷൻസ് വരും. 2 ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടി Ctrl+Shift എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ എറർ പോയി. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനിയുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഫ്രെയിംവർക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ testing.xml ഫയൽ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകളുടെ ലിസ്റ്റും അതിൻ്റെ അകത്തെ ഓരോ ടെസ്റ്റ് നൊട്ടേഷനും വരത്തക്ക രീതിയിൽ ക്ലാസ് നെയിംസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ചെയിൻ ടെസ്റ്റ് പ്രോപ്പർട്ടീസിൽ സിമ്പിൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ളതും അതുപോലെ ഇമെയിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ജനറൽ എന്നൊരു കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേരായിരിക്കും HTML റിപ്പോർട്ടിൽ റിപ്പോർട്ട് നെയിമായിട്ട് വരുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ജനറേറ്റ് ആകുന്ന ലൊക്കേഷനാണ് ഈ ഒരു 8th ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ടാർഗറ്റ് ഫോൾഡറിൽ ചെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അതിൻ്റെ അകത്തായിരിക്കും index.html റിപ്പോർട്ട് ജനറേറ്റ് ആകുന്നത്. ഇമെയിൽ റിപ്പോർട്ടും സെയിം ഫോൾഡറിനകത്ത് തന്നെ email.html എന്ന് പറഞ്ഞായിരിക്കും ജനറേറ്റ് ആകുന്നത്. ഇനി ഞാൻ ഈ ഫ്രെയിംവർക്ക് എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ടെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് ഫോൾഡർ നോക്കിയാൽ കാണാം, അവിടെ ചെയിൻ ടെസ്റ്റ് എന്നൊരു ഫോൾഡർ ഇല്ല. ഈ എക്സിക്യൂഷന് ശേഷം ഈ പ്രൊജക്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ചെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ആവും. നാല് ടെസ്റ്റ് കേസ് ആണ് ഉണ്ടായിരുന്നത്, എല്ലാം പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ടോട്ടൽ ടെസ്റ്റ് റൺ 4 passes 4. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ടാർഗറ്റ് ഫോൾഡറിൽ ചെയിൻ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റില്ല. അത് കാണുമെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ചെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്നു. അവിടെ email.html എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടും അതുപോലെ index.html എന്നുള്ള റിപ്പോർട്ടും ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിപ്പോർട്ട്സ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഷോ ഇൻ സിസ്റ്റം എക്സ്പ്ലോററിന് കൊടുത്തു. ഞാൻ ആദ്യമേ index.html റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് HTML റിപ്പോർട്ട് ചെയിൻ ടെസ്റ്റ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം, ഇതാണ് ചെയിൻ ടെസ്റ്റിൻ്റെ പേര് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ നെയിം, എത്ര സെക്കൻഡ് എക്സിക്യൂട്ടായി എന്നുള്ളത് 23 സെക്കൻഡ് കൊണ്ടാണ് ഫുൾ സ്യൂട്ട് എക്സിക്യൂട്ട് ആയത്. സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സിസ്റ്റം ഇൻഫോ കാണാം, നമ്മൾ യൂസ് ചെയ്ത ജാവ വേർഷൻ, ക്ലാസ് വേർഷൻ, OS നെയിം, OS വേർഷൻ എക്സെട്ര ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പല ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചില ഷോർട്ട് കട്ടുകൾ തീം മാറ്റാനും അതുപോലെ ഫിൽറ്റർ റീസെറ്റ് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, L എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീം മാറ്റാൻ പറ്റും. ഞാൻ L പ്രസ് ചെയ്യുവാണ്. ഇപ്പോൾ ലൈറ്റ് തീമായി. വീണ്ടും L ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് തീമിലേക്ക് ഷിഫ്റ്റ് ആയി. അതുപോലെ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫാസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സൽ റിപ്പോർട്ടിനേക്കാളും വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് HTML റിപ്പോർട്ടാണ്. ഇനി ഇമെയിലബിൾ റിപ്പോർട്ടുണ്ട്, അതും കൂടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇമെയിലബിൾ റിപ്പോർട്ട്. ഇമെയിലബിൾ റിപ്പോർട്ടിനകത്ത് ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പാസ്ഡ്, ഫെയിൽഡ്, സ്കിപ്ഡ്, ടോട്ടൽ ടെസ്റ്റിൻ്റെ കൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് ഇമെയിലബിൾ റിപ്പോർട്ടിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ com.xml സെലീനിയത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4.29.0 എന്നുള്ള വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ സമയത്ത് സെലീനിയത്തിൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കണം നിങ്ങളും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെയിൻ ടെസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയിൻ ടെസ്റ്റ് റിപ്പോർട്ട് ഫ്രെയിംവർക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ഈ വീഡിയോയിൽ ഉപയോഗിച്ച കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ യൂസ് ചെയ്ത നോട്ട്സും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.